നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മാലോം സെൻറ്റ് ജോർജ് ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു ഇടവകയാണ് ഈ ഒരു ഇടവക. ജനങ്ങളൊക്കെ തന്നെയും നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ നല്ല പ്രാർത്ഥന അനുഭവമുള്ളവരും നല്ല ചിന്താഗതിക്കാരുമാണ്. ഈ ഒരു സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് മാലോം എന്നും മാലോത്ത് എന്നും രണ്ട് പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുക. കേരളത്തിൻ്റെ കൂർഗ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളൊക്കെ ഒത്തിരിയധികം ഇവിടെ വന്നു പോകുന്നു. ഈ പള്ളിയുടെ തന്നെ കാര്യത്തെ പറയുമ്പോൾ സെൻറ്റ് ജോർജ് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളി വളരെ നല്ല പേര് കേട്ട ഒരു പള്ളിയാണ്, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ. അതുപോലെ തന്നെ ഇവിടെ KCYM, മാതൃവേദി, SFO തുടങ്ങിയ സംഘടനകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ വിൻസെൻ്റ് ഡി പോൾ, മറ്റ് സംഘടനകളെല്ലാം ഇടവകയുടെ ഭക്തകാര്യങ്ങളിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും സ്തുത്യർഹമായിട്ട് ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടവകയുടെ സേവനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേക
അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. 1958 ഇവിടെ പള്ളിയുടെ വേണ്ടി കുർബാന ചെല്ലാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു. 58 തോമാവൂർ ഇടവയിൽ നിന്ന് ഇവിടെ വന്ന് മുളവരിക്കലച്ചൻ ആണ് ഇവിടുത്തെ ആൾക്കാർ വിളിച്ചു കൂട്ടുകയും ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുകയും അവിടെ വെച്ചാണ് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ 3 പ്രാവശ്യം ദിവ്യബലി ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ആരംഭത്തിൽ അർപ്പിച്ചത്. അതിനുശേഷം നമ്മുടെ ഈ പള്ളിയുടെ താഴെയായിട്ട് ഇപ്പോഴത്തെ ആ ഓഡിറ്റോറിയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓടപ്പാ കൊണ്ട് മേഞ്ഞ ഒരു ഷെഡ് ഉണ്ടാക്കുകയും ആ ഷെഡിൽ ദിവ്യബലി അർപ്പിക്കുകയും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അതിനുശേഷം കാലങ്ങളനുസരിച്ച് കൊണ്ട് നമ്മുടെ ഈ പള്ളി ഇരിക്കുന്നതിന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിക്കൊണ്ട് ഇവിടം കുറച്ച് പൊങ്ങിയ സ്ഥലമായിരുന്നു. ഇവിടെ ഒരു പള്ളി അവിടെ ഇരുന്നുകൊണ്ട് പണിയുകയും അതിന് ശേഷം ഇവിടെ പുതിയ അച്ഛന്മാരെ നമ്മുടെ ഇടവകയിൽ വികാരിയായിട്ട് കിട്ടുകയും അതിനു മുമ്പ് ഒരുപാട് അച്ഛന്മാർ തോമാപുരത്തു നിന്നും വെള്ളിരിക്കുണ്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. സ്ഥിരമായിട്ട് അച്ഛൻ കിട്ടുന്നത് അച്ഛനെ കിട്ടിയതിന് ശേഷം പിന്നീട് വന്ന ഒരു മാറ്റത്തിൽ ഈ പള്ളി കുറച്ചും കൂടെ താഴോട്ടിറക്കി ഇങ്ങനെ നിരപ്പ് വലിച്ച് താഴ്ത്തിക്കൊണ്ട് പണിത ഒരു പള്ളിയാണിത്. ഞങ്ങളിവിടെ വരുന്ന കാലത്ത് ഈ പ്രദേശം ഒരു കാട്ടു പ്രദേശമാണ്. എങ്കിൽ തന്നെ ഇവിടുത്തെ പഴയ ജമ്മിമാർ കൃഷി ചെയ്യുകയും കൊല്ലം തോറുമുള്ള പുനഃകൃഷി ചെയ്യുന്നതുകൊണ്ട് സ്ഥലങ്ങളെല്ലാം തെളിഞ്ഞു കിടന്നു. ഇവിടുത്തെ ജമ്മിമാരും കുറച്ച് ഈ നാട്ടുകാരും പിന്നെ ആദിവാസികളുമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് കാര്യമായ കച്ചവട സ്ഥാപനങ്ങളില്ല, വാഹനങ്ങളില്ല, യാതൊന്നുമില്ല. ഇവിടുന്ന് ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ നാട്ടിനൊക്കെ പോവുകയാണെങ്കിൽ പയ്യന്നൂർ വരെ നടന്ന് അവിടുന്ന് ബസ്സിന് പോകും, ഇല്ലെങ്കിൽ കോളിച്ചാൽ വരെ നടന്ന് അവിടുന്ന് ബസ്സിന് പോകും. മുക്കട വരെ, കാരണം കുന്നംകൈയിൽ നിന്ന് മുക്കട വരെ ബോട്ടിന് പോയിട്ട് മുക്കട ഒരു ബസ് വരുന്നുണ്ട്, ആ ബസ്സിന് കയറിയിട്ട് നീലീശ്വരത്തോ കാഞ്ഞങ്ങാടോ പയ്യന്നൂരോ ഇങ്ങനെയുള്ള ടൗൺ സ്റ്റേഷനുകളിൽ നിന്ന് ആണ് യാത്ര ഉണ്ടായിരുന്നത്. പിന്നീട് ബസ് സർവീസുകളായി, കാലത്തിനനുസരിച്ച് മാറ്റങ്ങളെല്ലാം ഉണ്ടായി. നമ്മുടെ പ്രദേശം ചെറിയ ടൗണായി. ഇപ്പോൾ ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടുന്ന് തന്നെ നാട്ടിലേക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കുടിയേറ്റക്കാരായ കൃഷിക്കാരെല്ലാം അവരെയും സംബന്ധിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ എല്ലാം മധ്യ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് കുടിയേറി വന്നിട്ടുള്ളവരാണ്. പിന്നെ പള്ളിയുടെ കാര്യത്തിൽ ഇതിൻ്റെ ആരംഭം മുതലുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എൻ്റെ അപ്പനും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നതാണ്. ഇവിടുത്തെ സ്ഥലമെടുക്കുന്നതിനും ഈ പള്ളിക്ക് സ്ഥലം കണ്ടെത്തുന്നതിനും അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 കമ്മിറ്റിക്കാരിൽ ഒരാൾ എൻ്റെ അപ്പനായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ആദ്യത്തെ കൈക്കാരന്മാർ 2 പേരിൽ ഒരാളാണ്. മറ്റൊന്ന് ഞൊണ്ടിമാക്കൽ ദേവസ്യ എന്ന് പറയുന്ന മത്തായി ചേട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊന്നും ഇപ്പം ഇല്ല. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹവും പരിപാലനവും കിട്ടിയ ഒരു പ്രദേശമാണ്. കാരണം ഇവിടുന്ന് ധാരാളം കുടുംബങ്ങളിൽ നിന്ന് വൈദികരാകാൻ ഒരുപാട് പേർക്ക് ഈ പള്ളിയിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സിസ്റ്റർമാരാണേലും ഉണ്ട്. ഇവിടുത്തെ മാനന്തവാടി പിതാവ് തന്നെ പുരുനേടം പിതാവ് ഈ ഇടവക്കാരനാണ്. അതുപോലെ സിസ്റ്റർമാരും ആൾക്കാരൊക്കെ വിദേശത്തും ആൾക്കാരും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ, അല്ലാതെ കൊണ്ട് പ്രവൃത്തികളും തൊഴിലുകളുമായിട്ട് വിദേശത്തും കാര്യങ്ങളൊക്കെ ധാരാളം ആൾക്കാർ ഈ മേഖലയിൽ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ആൾക്കാർ ഇവിടുന്ന് തന്നെയുള്ള വിദ്യാഭ്യാസമൊക്കെ നേടി ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും
അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടിയ മലയോര പ്രദേശങ്ങളുടെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ മാലോം ഇടവയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ആനിത്താനോ അച്ഛൻ്റെ കൂടെയും ഇപ്പോൾ ഈ ഇടവയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി മഞ്ഞളാങ്കുന്നേൽ അച്ഛൻ്റെ കൂടെയുമാണ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്കുള്ള പ്രധാനമായ ഉത്തരവാദിത്വം ഇടവകയിലെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ
ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, വികാരി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ഒരു 75 വർഷത്തെ 75 വർഷം പിന്നിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നതായ ജനതയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇന്ന് വളരെയേറെ പുരോഗതി ഈ നാട്ടിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്നും നടന്ന് സമൃദ്ധിയുടെ ഈ ദിവസങ്ങളിൽ എത്തിച്ചേർന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. വിണ്ണിലെ നറുപുണ്യമേ ദിവ്യകാരുണ്യമേ മണ്ണിലെ ചെറുജീവനിൽ വെണ്ണിലാവു നീ ഈശോ നീ എൻ നെഞ്ചിൽ ഒന്നു ചേരും നേരം ഈ കുഞ്ഞു ജന്മമെന്നും നിന്റേതാ അങ്ങേ സ്പർശം മതിയൻ സൗഖ്യം പൂർണ്ണമാകും ഇനി എന്നുമെന്നും നിന്റെ മാത്രം ഞാൻ വിണ്ണിലെ നറുപുണ്യമേ ദിവ്യകാരുണ്യമേ മണ്ണിലെ ചെറുജീവനിൽ വെണ്ണിലാവു നീ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ മിഴിപൂട്ടി നിന്റെ മൊഴി കേൾക്കുവാൻ കരം കൂപ്പി നിന്നെ കണി കാണുവാൻ മിഴിപൂട്ടി നിന്റെ മൊഴി കേൾക്കുവാൻ കരം കൂപ്പി നിന്നെ കണി കാണുവാൻ പാതേയമായെൻ്റെ ഉയിരാകുവാൻ തിരുവോസ്തിരുവാനി കനിയേണമേ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ കനലാളും നെഞ്ചിൽ കുളിരേകുവാൻ തളരുന്ന നേരം തണലാകുവാൻ കനലാളും നെഞ്ചിൽ കുളിരേകുവാൻ തളരുന്ന നേരം തണലാകുവാൻ കരതാരിലെന്നും കരുതേണമേ തിരുവോസ്തിരുവാനി കനിയേണമേ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ ആരാധിക്കുന്നേ ഈശോയെ വിണ്ണിലെ നറുപുണ്യമേ ദിവ്യകാരുണ്യമേ മണ്ണിലെ ചെറുജീവനിൽ വെണ്ണിലാവു നീ ഈശോ നീ എൻ നെഞ്ചിൽ ഒന്നു ചേരും നേരം ഈ കുഞ്ഞു ജന്മമെന്നും നിന്റേതായി അങ്ങേ സ്പർശം മതിയൻ സൗഖ്യം പൂർണ്ണമാകും ഇനി എന്നുമെന്നും നിന്റെ മാത്രം ഞാൻ അടിയനിലണയണേ സ്തുതികളിൽ വാഴണേ
സ്തുതികളിൽ വാഴേണമേ.